സർ ഈ കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 20,000 ലിമിറ്റ് ഉണ്ടല്ലോ. അതുപോലെ നമ്മൾ 2 ലാഖിന്റെ ഒരു ലിമിറ്റും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? അതായത് സാധാരണ നമ്മൾ കടം വാങ്ങിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ഇതിനാണ് ഈ 269 അല്ലെങ്കിൽ 269 എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം 20,000 ലിമിറ്റ് ഉള്ളത്. പക്ഷെ വേറൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഇതല്ലാതെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കടം വാങ്ങിക്കില്ല അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലാതെ വേറെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സെയില് നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു വണ്ടി വിൽക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതല്ലാതെ ഉള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ ജനറലി വേറൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് 2 lakhs rupees എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നമുക്ക് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കാനായിട്ട് ക്യാഷായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. 2 lakhs-നെക്കാട്ടും കൂടുതൽ. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ട്, ഒരു കാറുണ്ട്. ഇത് നമ്മൾ ഒരു പഴയ കാറാണ്, അത് വിൽക്കുകയാണ്. അപ്പോൾ 4 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ, ചിലപ്പോൾ ഒരാൾ ക്യാഷ് കൊണ്ടുവരും 4 ലക്ഷം രൂപ, നമ്മൾ കാർ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണല്ലോ ഈ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇത് റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ആരാണോ ഇത് വാങ്ങിക്കണത്, ഇപ്പം ഞാൻ കാർ വിൽക്കുന്നു, ഞാൻ ക്യാഷ് കൊടുത്തിട്ട് കാർ വിൽക്കുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടാണ് കാർ കൊടുക്കുന്നതെങ്കിൽ എനിക്കാണ് അതിൻ്റെ ലാബിലിറ്റി. അതായത് ഞാൻ ഈ 4 ലക്ഷം രൂപ വരെ ചിലപ്പോൾ പെനാൽറ്റി അടയ്ക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ട്.